നിങ്ങളൊക്കെ ആരാ? സത്യം പറഞ്ഞ ഞങ്ങൾ മാഡത്തിനോടൊരു സാഡ് ന്യൂസ് പറയാൻ വന്ന. മാഡത്തിന്റെ ഹസ്ബൻഡ് എബ്രഹാം മാത്തൻ മരിച്ചുപോയി. അങ്ങേരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു തന്നെ ഇവരാ. പിന്നെ ഇവരത് അറിയാതിരിക്കുവോ? അല്ലേ മാഡം? അപ്പൊ താൻ എന്നെ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്യാൻ വന്നായിരിക്കും അല്ലേ? സ്റ്റീഫൻ എവിടെ? അറസ്റ്റ് ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരുമായിരുന്നു. മാഡം, സ്റ്റീഫൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ എനിക്ക് മുൻപേ അറിയാം. പക്ഷെ നിങ്ങളിപ്പോൾ ഈ കാണിച്ചത് മഹാമണ്ഡത്തരായിപ്പോയി. ആത്തനെ കൊല്ലുന്ന ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കുന്നതിനെ കുറിച്ച് അവൻ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഷാജഹാൻ, താൻ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എനിക്കറിയാം. താൻ പറയുന്ന പൈസ ഞാൻ തരും. ക്യാൻ യു ഹെൽപ്പ് us? അത് പിന്നെ എനിക്കിനി മാഡത്തിനെ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. അതെന്താ? സ്റ്റീഫൻ പോയി മാഡം. എങ്ങോട്ട്? സത്യം പറ, സ്റ്റീഫൻ എവിടെ? അത് പിന്നെ എവിടെ? ഇവിടെ ഉണ്ട് സാർ. എവിടെയെന്ന്? ആ കബോർഡിലുണ്ട്. ആ കബോർഡിലുണ്ട്. ആരാ ചെയ്തേ? ശരി, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സമയമില്ല. നീ ആ റൂമിൽ ചെല്ല്. അവിടെ നമ്മുടെ പൈസ ഇട്ട് നോക്ക്. സാറേ, ഒന്നും മനഃപൂർവ്വമല്ല, ഒക്കെ സംഭവിച്ചു പോവാണ്. എന്താ? നമുക്കിത് വേണ്ട ജോൺസ, നമുക്കിത് വേണ്ട. സാറേ, കിടക്കുന്നുണ്ടോ? കോടികളാണ്, കോടികൾ. അപ്പുറത്ത് കിടക്കുന്നേ ബോഡികളാ, ബോഡികൾ. ഞാൻ എടുത്തോളാം. സാറേ, വേഗം എന്തെങ്കിലും പറഞ്ഞോ. പറഞ്ഞില്ലെങ്കിൽ അവന് പോടും. ഓടിയ എന്താ വേണം? വന്ന കാലിലൊക്കെ അത് കയറിയിരിക്കും. സ്വന്തനല്ലേ? എന്റെ വേണു, നീ ഇങ്ങനെ ബഹളം വെച്ചാൽ നമുക്കിവിടുന്ന് പോവാൻ പറ്റില്ല. അത് നീ നിന്റെ കരച്ചിലൊന്നും സാറേ, പറഞ്ഞ കാര്യത്തിന് ചെയ്ത് കളഞ്ഞില്ലേ? രണ്ടാളെ കൊന്ന് ഈ വീണ്ടും തീർന്നയും കൂടെ കാണാനുള്ള ശക്തി ഇല്ല സാറേ. എന്റെ വേണു, അങ്ങനെ നമുക്കിവിടുന്ന് പോവാൻ പറ്റില്ല. നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ പഴയ മുതലാളിയുടെ കാറുകളെ പറ്റിയിട്ട്? അതുപോലെ നീ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നിന്റെ ആഗ്രഹം പോലെ 2 കാറുകൾ വാങ്ങാനുള്ള കാശ് ഞങ്ങൾ തരും.